ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ്. നമ്മൾ ഇപ്പോൾ SCERT ബുക്കിലെ ഓരോ പാഠഭാഗങ്ങളെയും ബേസ് ചെയ്തുകൊണ്ടുള്ള PSC ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ ഇപ്പോഴത്തെ PSC എക്സാമിലെ ഒട്ടുമിക്ക റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസും വരുന്നത് SCERT NCERT ബുക്കുകളെ അടിസ്ഥാനമാക്കിയാണ്. ഓരോ അധ്യായത്തിലെയും മുഴുവൻ ഭാഗങ്ങളെയും കവർ ചെയ്യുന്ന തരത്തിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ പറയാനുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തണേ. ക്വസ്റ്റ്യൻ നമ്പർ 1. ഒരു വ്യക്തിക്ക് തൻ്റെ ഭരണകൂടത്തോടുള്ള വിശ്വസ്തതയും ഭരണകൂടം ആ വ്യക്തിക്ക് നൽകുന്ന സംരക്ഷണവും എന്ന് നിർവചിക്കാവുന്ന ആശയമേത്? ആൻസർ: പൗരത്വം അഥവാ സിറ്റിസൺഷിപ്പ്. ഒരു വ്യക്തിക്ക് തൻ്റെ ഭരണകൂടത്തോടുള്ള വിശ്വസ്തതയും ഭരണകൂടം ആ വ്യക്തിക്ക് നൽകുന്ന സംരക്ഷണവും എന്ന് നിർവചിക്കാവുന്ന ആശയമേത്? അതാണ് പൗരത്വം. 2. ആധുനിക കാലത്ത് പൗരബോധം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എങ്ങനെയാണ്? രാഷ്ട്രത്തോടുള്ള കടമകളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുന്നതിനോടൊപ്പം അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക. ആധുനിക കാലത്ത് പൗരബോധം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് രാഷ്ട്രത്തോടുള്ള കടമകളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുന്നതിനോടൊപ്പം അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക. 3. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ: ഭാഗം 2, ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 2ലാണ്, ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. 4. ഇന്ത്യയിൽ നിലവിലുള്ള പൗരത്വ രീതി ഏതാണ്? ആൻസർ: ഏകപൗരത്വം അഥവാ സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഇന്ത്യയിൽ നിലവിലുള്ള പൗരത്വ രീതിയാണ് ഏകപൗരത്വം അഥവാ സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഇതിനോടൊപ്പം പഠിക്കേണ്ട മറ്റൊരു പ്രധാന പോയിൻ്റാണ് അമേരിക്ക, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇരട്ട പൗരത്വമാണുള്ളത്. എവിടേക്ക്? അമേരിക്ക, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇരട്ട പൗരത്വമാണുള്ളത്. നമ്മുടെ ഇന്ത്യയിലുള്ളത് ഏകപൗരത്വം അഥവാ സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. 5. പൗരബോധത്തിൻ്റെ രൂപീകരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി അധ്യായത്തിൽ പറയുന്നത് ഏതാണ്? ആൻസർ: കുടുംബം അഥവാ പ്രഥമ പൗരബോധ പരിശീലന കേന്ദ്രമാണ് കുടുംബം. പൗരബോധത്തിൻ്റെ രൂപീകരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി പറയുന്നതാണ് കുടുംബം. കുടുംബമാണ് നമ്മുടെ പ്രഥമ പൗരബോധ പരിശീലന കേന്ദ്രം. താഴെ പറയുന്നവയിൽ പൗരബോധം വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഏജൻസികൾ ഏവ? ഓപ്ഷൻ എ കുടുംബം, ഓപ്ഷൻ ബി വിദ്യാഭ്യാസം, ഓപ്ഷൻ സി മാധ്യമങ്ങൾ, ഓപ്ഷൻ ഡി രാഷ്ട്രീയ പാർട്ടികൾ, ഓപ്ഷൻ ഇ സന്നദ്ധ സംഘടനകൾ. ആൻസർ എന്ന് പറയുന്നത് ഈ എല്ലാ പോയിന്റുകളും കൂടിച്ചേർന്നവയാണ് പൗരബോധം വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നവ. ഒന്നുകൂടി നോക്കാം. പൗരബോധം വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഏജൻസികളാണ് കുടുംബം, വിദ്യാഭ്യാസം, മാധ്യമങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, സന്നദ്ധ സംഘടനകൾ. 7. പൗരബോധത്തിൻ്റെ പ്രധാന ലക്ഷ്യമായി കരുതപ്പെടുന്നത് എന്താണ്? പൊതുനന്മ അഥവാ കോമൺ ഗുഡ്. പൗരബോധത്തിൻ്റെ പ്രധാന ലക്ഷ്യമായി കരുതപ്പെടുന്നത് പൊതുനന്മ അഥവാ കോമൺ ഗുഡ്. 8. പൗരബോധം പ്രായോഗികമാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? വർഗീയത, ജാതീയത, പ്രാദേശികവാദം, അഴിമതി, നിസ്സംഗത അതായത് ഇൻഡിഫറൻസ്. പൗരബോധം പ്രായോഗികമാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളാണ് വർഗീയത, ജാതീയത, പ്രാദേശികവാദം, അഴിമതി, നിസ്സംഗത. വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി പൊതു താൽപ്പര്യങ്ങളെ ബലി കഴിക്കുന്ന പ്രവണതയ്ക്ക് പറയുന്ന പേരെന്ത്? അഴിമതി അഥവാ കറപ്ഷൻ. വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി പൊതു താൽപ്പര്യങ്ങളെ ബലി കഴിക്കുന്ന പ്രവണതയ്ക്ക് പറയുന്ന പേരാണ് അഴിമതി. 10. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും വിശ്വാസങ്ങളെയും ആദരിക്കാനും സഹിഷ്ണുതയോടെ കാണാനും കഴിയുന്ന സ്വഭാവ ഗുണം ഏത്? ജനാധിപത്യ മര്യാദ. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും വിശ്വാസങ്ങളെയും ആദരിക്കാനും സഹിഷ്ണുതയോടെ കാണാനും കഴിയുന്ന സ്വഭാവ ഗുണമാണ് ജനാധിപത്യ മര്യാദ. 11. പൗരബോധം വളർത്തുന്നതിൽ മാധ്യമങ്ങളുടെ പങ്ക് എപ്രകാരമാണ്? ജനങ്ങളെ ബോധവൽക്കരിക്കുകയും സർക്കാർ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ചെയ്യുന്നു. പൗരബോധം വളർത്തുന്നതിൽ മാധ്യമങ്ങളുടെ പങ്ക് എപ്രകാരമാണ്? ജനങ്ങളെ ബോധവൽക്കരിക്കുകയും സർക്കാർ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ചെയ്യുന്നു.
12. ദേശീയ തലത്തിൽ പൗരത്വ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? ആൻസർ ഇന്ത്യൻ പാർലമെൻറ്റിന് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 11 പ്രകാരമാണ്. ദേശീയ തലത്തിൽ പൗരത്വ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. ഇത് ചെയ്യുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 11 പ്രകാരമാണ്. 13. ഏതൊരു വികസന പ്രക്രിയയുടെയും കേന്ദ്രബിന്ദു പൗരനാണ് എന്ന് വ്യക്തമാക്കുന്ന പാഠഭാഗം ഏതാണ്? പൗരബോധം. ഏതൊരു വികസന പ്രക്രിയയുടെയും കേന്ദ്രബിന്ദു പൗരനാണ് എന്ന് വ്യക്തമാക്കുന്ന പാഠഭാഗമാണ് പൗരബോധം. 14. സന്നദ്ധ സംഘടനകൾ പൗരബോധം വളർത്തുന്നതിൽ വഹിക്കുന്ന പങ്ക് എന്താണ്? ആൻസർ സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുകയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. സന്നദ്ധ സംഘടനകൾ പൗരബോധം വളർത്തുന്നതിൽ വഹിക്കുന്ന പങ്ക് സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുകയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. 15. പൗരബോധം എന്ന ആശയം കേവലം അവകാശങ്ങൾ മാത്രമല്ല കടമകളും കൂടി ഉൾപ്പെട്ടതാണെന്ന് വാദിച്ച ചിന്തകനാണ് ഹാരോൾഡ് ജെ ലാസ്കി. പൗരബോധം എന്ന ആശയം കേവലം അവകാശങ്ങൾ മാത്രമല്ല കടമകളും കൂടി ഉൾപ്പെട്ടതാണെന്ന് വാദിച്ച ചിന്തകനാണ് ഹാരോൾഡ് ജെ ലാസ്കി. ഇതോടെ ഈ അധ്യായത്തിലെ PSC ക്വസ്റ്റ്യൻസ് അവസാനിച്ചു. എത്ര ക്വസ്റ്റ്യൻസ് എന്നതല്ല കാര്യം, എത്രത്തോളം നമ്മൾ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചു എന്നതിലാണ് കാര്യം. അടുത്തൊരു അധ്യായവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.